നമസ്കാരം. 2011 ഞാൻ ഈ ചാനലിൽ പബ്ലിഷ് ചെയ്ത ഒരു വീഡിയോയെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. 2011 തുഞ്ചൻപറമ്പ് ബ്ലോഗേഴ്സ് മീറ്റിൽ ഒരു പെൺകുട്ടി 9ാം ക്ലാസ്സിലെ റഹ്മത്ത് നിസ എന്ന പേരുള്ള ഒരു പെൺകുട്ടി ഒരു കവിത ചൊല്ലിയിരുന്നു. ഇതിന്റെ പ്രത്യേകത എന്തെന്നാൽ ആ കവിത ചൊല്ലിയ റഹ്മത്ത് നിസ എന്ന പെൺകുട്ടി ഇന്നില്ല. 2011 12 ആ ഒരു സമയത്ത് നമ്മുടെ വിട്ടുപോയി. മലപ്പുറം പൂക്കോട്ടൂർ PKMIC എന്നൊരു സ്കൂളുണ്ട്. ആ സ്കൂളിൽ അവളുടെ വിരഹബാഷ്പങ്ങൾ എന്ന ഒരു കവിതാ സമാഹാരം പ്രസിദ്ധീകരിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആ സദസ്സിൽ വെച്ചാണ് ഞാൻ പരിചയപ്പെടുന്നത്. പരിചയപ്പെട്ടപ്പോൾ എൻ്റെ സുഹൃത്തിന്റെ തന്നെ മകളാണ് എന്ന് മനസ്സിലായി. വന്നപ്പോൾ ലുക്കീമിയ ക്യാൻസർ ബാധിച്ച് അവളുടെ ദിനങ്ങൾ എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലായി. അതിമനോഹരമായ കവിതകൾ എഴുതി. ഒരു നോവലുമുണ്ട്. ആ നോവൽ എൻ്റെ കയ്യിലുണ്ട്. അന്ന് അവളെ മരണക്കിടക്കയിൽ വെച്ച് എന്നെ ഏൽപ്പിച്ചതാണ്. എന്തെങ്കിലും കഴിയുമെങ്കിലും ഒരു പ്രസിദ്ധീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എന്നെ ഏൽപ്പിച്ച ആ നോവൽ ഇന്നും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ചില ഓർമ്മകൾ ഒരു വല്ലാത്തൊരു നൊമ്പരം നമ്മളെ സമ്മാനിക്കും. ചിലത് ലോകത്തിന് തന്നെ എന്താ പറയുക, ഒരു അത്ഭുതമായി നിലനിൽക്കും. ഇന്നലെ എൻ്റെ സുഹൃത്ത് കുഞ്ഞാലൻ എന്നെ വിളിച്ചിട്ട് ആ വീഡിയോ ഒന്ന് വേണം, ആ പെൺകുട്ടിയുടെ ആകള ആ വീഡിയോ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇപ്പോൾ അത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. സത്യത്തിൽ ഡിഫറെൻ്റ് ആംഗിൾസ് എന്ന പേരിൽ ഞാൻ വീഡിയോകൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ പഴയ വീഡിയോകളിൽ പലതും ഞാൻ പ്രൈവറ്റ് ആക്കി വെച്ചേക്കായിരുന്നു. അങ്ങനെ പ്രൈവറ്റ് ആക്കപ്പെട്ടവയിൽ ഒന്ന് നിസ വെള്ളൂരിൻ്റെ ഈ കവിതയായിരുന്നു. ആ പെൺകുട്ടിയെ എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോകാനൊന്നും പറ്റൂല, കിടപ്പാണ്, ശരീരം വയ്യ, ഒരു 6 മാസം പരമാവധി എന്നൊരവസ്ഥയിലായിരുന്നു. ഞാൻ ചിന്തിച്ചത് നേരെ തിരിച്ചാണ്. അതായത് ദിനങ്ങൾ എണ്ണപ്പെട്ട ഒരു പെൺകുട്ടി, അവൾ എത്ര കാലം നമ്മോടൊപ്പം ഉണ്ടെന്ന് പറയാൻ പറ്റൂല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എന്തിന് അവളെ പൂട്ടിയിടണം? അതാണ് ഞാൻ ചിന്തിച്ചത്. ഈ ലോകത്ത് അവൾ പരമാവധി പറന്ന് നടക്കട്ടെ, പറന്ന് നടന്ന് അവൾ ആസ്വദിക്കട്ടെ, അവളുടെ വേദനകൾ മറന്ന് അവൾക്ക് സന്തോഷിക്കാൻ കഴിയുന്നതൊക്കെ സന്തോഷിക്കട്ടെ. അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്നതുകൊണ്ട് അത് ഞാൻ ഏറ്റെടുക്കുകയായിരുന്നു. 2011 തുഞ്ചൻപറമ്പ് മീറ്റിൽ അവളെ പങ്കെടുപ്പിച്ചു. മനോഹരമായി അവൾ കവിത ചൊല്ലി. ആ കവിത ഞാൻ ഈ വീഡിയോയുടെ 1ാം കമന്റിൽ പിൻ ചെയ്ത് വെക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. പിന്നെ അവളുടെ കവിതകളെ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി നിലാമഴകൾ എന്ന ഒരു ബ്ലോഗ് ഞാൻ ചെയ്തു കൊടുത്തു. ബ്ലോഗ് ഞാൻ ഉണ്ടാക്കി കൊടുത്തെങ്കിലും അതിലെ കവിതകൾ പബ്ലിഷ് ചെയ്തിരുന്നത് ഞാൻ തന്നെയായിരുന്നു. ആ ബ്ലോഗ് ഇപ്പോഴും അവിടെ ഉണ്ട്. ആ ബ്ലോഗാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. nisavellur.blogspot.com. ആ ബ്ലോഗിൽ നിങ്ങൾക്ക് അവളുടെ കവിതകൾ ഇപ്പോഴും വായിക്കാം. നമുക്ക് വേണ്ടപ്പെട്ട സ്നേഹസമ്പന്നർ ഒരുപാട് പേരുണ്ടാകും. അവർ ഒരുപക്ഷെ അകാലത്തിൽ നമ്മളെ വിട്ട് പിരിഞ്ഞിട്ടുമുണ്ടാകും. പക്ഷെ അവരുടെ ഓർമ്മകൾ നമുക്ക് സൂക്ഷിച്ചു വെക്കാന്ന് പറഞ്ഞാൽ ഒരു പരിധിയുണ്ട്. നമ്മുടെ മനസ്സിൽ കുറേയൊക്കെ കഴിയും. പിന്നീട് ആ കാലാവധി എക്സ്പയർ ഡേറ്റ്, അതിനൊക്കെ എക്സ്പയർ ഡേറ്റ് ഉണ്ട്. കുറെ കഴിയുമ്പോഴത്തേക്ക് നമ്മളത് മറന്ന് പുതിയൊരു ലോകത്തേക്ക് നമ്മൾ പോകും. പക്ഷെ ചില അടയാളപ്പെടുത്തലുകൾ, അതാണ് നമ്മൾ എപ്പോഴും പറയാറ്, നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നതിന് എന്തെങ്കിലും ഒരു അടയാളപ്പെടുത്തി വെച്ചിട്ട് പോകണം. അത് നമ്മുടെ ഒരു മനുഷ്യന്റെയും കടമയാണ്, ഉത്തരവാദിത്വമാണ് എന്ന്. സാബു കുട്ടോട്ടി എന്നൊരു വ്യക്തി ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ എന്നെ കുറിച്ചാണ് പറയുന്നത്. ഇനി ഒരു 10, 50, 100 കൊല്ലം കഴിയുമ്പോൾ ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടെന്ന് ആരെങ്കിലും ഓർക്കുമോ? ഉണ്ടായിരുന്നു എന്ന് ഓർക്കാൻ വഴിയില്ല. പക്ഷെ അങ്ങനെ ഓർക്കാൻ തക്കവണ്ണം എന്തെങ്കിലും നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിട്ട് പോയാൽ എത്ര കാലം കഴിഞ്ഞാലും ഓർക്കും. നമ്മൾ എത്രയോ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിത്വങ്ങളെ നമ്മൾ നൂറ്റാണ്ടുകൾക്ക് ശേഷവും നമ്മൾ ഓർത്തിരിക്കുന്നുണ്ട് എന്നതുപോലെയാ. അപ്പോൾ ഈ പെൺകുട്ടിയുടെ കഴിവും അതിൻ്റെ ആ ഒരു ആലാപന രീതിയുമൊക്കെ, അല്ലെങ്കിൽ അതിൻ്റെ ആ വരികളൊക്കെ ഒന്ന് പുറം ലോകത്തെത്തിക്കണം എന്ന് തോന്നിയിട്ടാണ് ഞാൻ ബ്ലോഗ് തുടങ്ങിയത്. എന്നാൽ 2011 അന്ത്യത്തോടു കൂടി ആ പെൺകുട്ടിയും മരണപ്പെട്ടു. പിന്നീട് അതിൻ്റെ ബ്ലോഗുകൾ പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞില്ല. ഇന്നലെ കുഞ്ഞാലൻ വിളിച്ചിട്ട് ആ വീഡിയോ ഒന്ന് കാണണം, അതിൻ്റെ സഹോദരനെ കാണണമെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഏതായാലും ഞാനത് പബ്ലിക് ആക്കിയിട്ടുണ്ട്. ഇനി കാണട്ടെ. അത് പൂട്ടിവെക്കേണ്ട ഒന്നല്ല എന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ വീണ്ടും പബ്ലിക് ആക്കി വെച്ചു. ആരെങ്കിലും ഒരു 10, 50 പേജ്, 50, 60 പേജിനുള്ളിൽ തീരേണ്ട നോവലാണ്, നല്ലൊരു നോവലാണ്. ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ആരെങ്കിലും തയ്യാറുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രസിദ്ധീകരണത്തിന് അവരുടെ ആ കുടുംബത്തിന് അനുമതിയോടുകൂടി ഞാൻ അത് ഏൽപ്പിക്കാനും തയ്യാറാണ്. പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട്, നിസ വെള്ളൂരിന്റെ പേരിൽ തന്നെ അത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട്. അവൾ വെളിച്ചം കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതാണ്. ഈ നിസ വെള്ളൂർ മരണപ്പെട്ട ശേഷം
ഞാൻ മാധ്യമത്തിൽ അവളെക്കുറിച്ച് ഒരു സ്റ്റോറി എഴുതിയിരുന്നു. പിറ്റേ വർഷം അതിന്റെ വാർഷിക സമയമായപ്പോൾ രണ്ടാമത് തുഞ്ചൻപറമ്പ് മീറ്റ് നടന്ന സമയത്ത് പിറ്റേ വർഷം ചന്ദ്രികയിൽ ഞാൻ അതിനെക്കുറിച്ച് എഴുതിയിരുന്നു. ആ ലേഖനങ്ങളൊക്കെ വായിച്ചിട്ട് പലരും ഈ പെൺകുട്ടിയുടെ കഴിവിനെ കുറിച്ച് അതിന്റെ വരികളെ കുറിച്ച് എന്നെ വിളിച്ചിരുന്നു. ഒരു അത്ഭുത ബാലികയായിരുന്നു എന്ന്. അതങ്ങനെയാണ്, ചില അത്ഭുതങ്ങളെ ദൈവം നമുക്ക് അധികകാലം തരില്ല. ഒരു നിമിത്തം പോലെ വന്ന് അങ്ങ് പോവുകയാണ് ചെയ്യാറ്. ഒരു നൊമ്പരം മനസ്സിലുണ്ട്, പക്ഷെ അവളെ കുറിച്ച് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഡിഫറെന്റ് ആംഗിൾസ് ആയി മാറിയിട്ടുള്ള ഈ ചാനലിലൂടെ 2 വാക്ക് സംസാരിക്കണമെന്ന് തോന്നി. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇതിന്റെ ആദ്യ കമന്റിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള അവളുടെ കവിത കേൾക്കാം. നിങ്ങളുടെ അഭിനന്ദനം കേൾക്കാനൊന്നും അവളില്ല. അന്ന് തുഞ്ചൻപറമ്പ് മീറ്റിൽ ഒന്നാം തുഞ്ചൻപറമ്പ് മീറ്റ് എന്നാ പറയാ, 11, 13, 15 കാലഘട്ടങ്ങളിൽ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഓൺലൈൻ മീറ്റുകൾ, ഓൺലൈൻ എഴുത്തുകാരുടെ സംഗമങ്ങൾ 3 സംഘടിപ്പിച്ച ആളാണ്. അത് 3 അത്ര കാര്യമായിട്ട് നടന്നിട്ടുള്ളൂ. അതിലാദ്യ മലയാള എഴുത്തുകാരുടെ മീറ്റിൽ ഈ നിസ വള്ളൂർ എന്ന റഹ്മത്ത് നിസ പങ്കെടുത്ത് അതിൽ അവൾ ആലപിച്ച ആ പാട്ട് വിരഹഭാഷ്പങ്ങൾ എന്ന് പറഞ്ഞ അവളുടെ തന്നെ കവിതാ സമാഹാരത്തിലുള്ള ഒരു കവിതയാണ്. അതാണ് നിങ്ങളോട് കേൾക്കുക. അവളുടെ ആലാപനത്തിനിടയിൽ കടന്നു പോകുന്ന ഒരു വ്യക്തിയുണ്ട്, മിന്നൽ പോലെ കടന്നു പോകുന്ന വ്യക്തിയാണ് മനോരാജ്. അതിനുശേഷം മനോരാജിന് വലിയ രീതിയിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ വന്നു. 2013 മീറ്റിൽ ഒരു രോഗിയായി വളരെ ബുദ്ധിമുട്ടി മനോരാജ് വന്നു, പിന്നീട് മരണപ്പെട്ടു. ആ മനോരാജിന്റെ പേരിൽ ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള അവാർഡാണ് കേരളത്തിലെ അടുത്തുവരെ ദേശാഭിമാനി ഒരു അവാർഡ് ഇപ്പോൾ ഏർപ്പെടുത്തുന്നതിന് മുമ്പ് വരെ മലയാള കഥാസമാഹാര പുരസ്കാരത്തിലെ ഏറ്റവും വലിയ പുരസ്കാരം കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിന്റെ പുസ്തക സമാഹരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. മനോരാജ് പുരസ്കാരം 3333 രൂപയും ഒരു വെങ്കല ശില്പവും ആണ് അതിന്റെ അവാർഡ്. 10-12 വർഷമായി ഞങ്ങൾ ആ അവാർഡ് മുടങ്ങാതെ നടന്നുകൊണ്ട് വരുന്നുണ്ട്. ഈ വരുന്ന സെപ്റ്റംബർ അവസാന വാരം ചെറായിലെ പള്ളിപ്പുറം കോപ്പറേറ്റീവ് ബാങ്കിൽ വെച്ചിട്ട് അവാർഡ് ഫംഗ്ഷൻ ഉണ്ടാവും. നിങ്ങൾ കഴിയുന്നവരൊക്കെ പങ്കെടുക്കുകയും ചെയ്യണം. ഇതൊക്കെ നമ്മുടെ പഴയകാല ഓർമ്മകളാണ്, സുഹൃത്തുക്കൾ ഓർമ്മകളാണ്. മനോരാജിന്റെ ഓർമ്മകൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ റഹ്മത്ത് നിസ അവൾ തന്നെ അടയാളപ്പെടുത്തി വെച്ചു, അവളെ ഇനിയുള്ള കാലം ഓർക്കാൻ വേണ്ടിയിട്ട്. ബ്ലോഗ് സ്പോട്ട് എന്ന ഗൂഗിളിന്റെ സേവനം ഉള്ളിടത്തോളം കാലം ആ ബ്ലോഗ് അവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് കാണാം, nisavellur.blogspot.com. ഇനി നമുക്ക് അവളുടെ കവിത ഒന്ന് കേൾക്കാം. ഒന്നാമത്തെ കമന്റിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഒന്ന് കേട്ടു നോക്കാം. Different angles. Don't forget to subscribe and support this channel.